ഹായ്, നിങ്ങളെല്ലാവരും 90 കിഡ്സ് ആണോ 2K കിഡ്സ് ആണോ? 2K കിഡ്സ് എല്ലാവരും. ഓക്കെ, ശരി. ഞാൻ ഒരു വേറെ കാര്യം ചോദിച്ചോട്ടാ. അപ്പം നിങ്ങൾ 2K കിഡ്സ് ആണല്ലോ. അപ്പം 90 കിഡ്സ് 90 കിഡ്സിലുള്ളവർക്ക് നിങ്ങൾക്കില്ലാത്തത് അവർക്കുള്ളതായിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യമുള്ളത്? മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്കില്ലാത്ത അവർക്കുള്ളതും ആയ എന്ത് കാര്യം നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ട്? മീൻസ് 90 കിഡ്സ് സമയത്ത് അവർക്കുള്ളതും ഇപ്പൊ നിങ്ങൾക്ക് ഇല്ലാത്തതും എന്ത് കാര്യമാണ് വേണ്ടേന്നോ ആവശ്യമായിട്ട് തോന്നിയിട്ടുള്ളത്? അങ്ങനെ ചോദിച്ചാ ഇപ്പൊ നമുക്ക് എന്താ പറയാ, മീൻസ് എന്താ ശരി, ഒന്ന് ആലോചിച്ചോളൂ. ചേട്ടാ, മീൻസ് നമ്മളിപ്പോ ഒരു 90 കിഡ്സിലാണെങ്കിൽ ചിലപ്പോ കുറച്ചും കൂടെ ഞാൻ പറയാം. ഒരു ഇപ്പൊ നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്, അവർക്ക് ആ ഫ്രീഡം ഇല്ല. അപ്പൊ അവർക്ക് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും, പക്ഷെ ഇപ്പൊ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ഇല്ല. മീൻസ് റിയൽ സ്നേഹം ആ സമയത്ത് പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം, അത് ആലോചിച്ചോളൂ. അല്ല, അതാണ് അങ്ങനത്തെ എന്തെങ്കിലും ഉള്ള ഓർത്തുള്ള. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ 90 കിഡ്സ് കുറച്ചും കൂടെ ഫാമിലിക്ക് ഇത് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പോഴത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തൊക്കെയാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ ഒരു ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്നല്ല, ആ കാലം എന്റെ അഭിപ്രായം കേട്ടോ, എല്ലാവർക്കും എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അവർക്ക് 90 കിഡ്സിന് എന്താണ് ട്രൂ റിലേഷൻഷിപ്പ് ആയിരിക്കും, ട്രൂ ലവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പേരൻസിനാണെങ്കിലും, എന്റെ പേരൻസ് ഒക്കെ അങ്ങനെയായിരുന്നു, പേരൻസ് കസിൻസ് അങ്ങനെയുള്ളവർക്കൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഒരാൾ ഇട്ടിട്ട് ഒരാളോടും തന്നെയല്ല, പല ആൾക്കാരോടുമാണ് ഇവർക്ക് ഇപ്പൊ ഉള്ള ജനറേഷൻ. എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറച്ച് ഓക്കെ, ഇപ്പൊ കുറച്ച് അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇവിടെ മെന്റാലിറ്റി അങ്ങനെ മാറിപ്പോയത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ആ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടെ ഇപ്പൊ ഒരു വാല്യൂ കിട്ടിയായിരുന്നേ നല്ലായിരുന്നു. ഇപ്പൊ എന്റെ ചേച്ചി കാനഡയിലാണ്. അപ്പൊ ചേച്ചി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കാനഡയിലുള്ളവർക്ക് അവർക്ക് ഫാമിലി നേരത്തെ അത്ര വാല്യൂ ഒന്നും, അവർക്ക് ഒരു 30 ആവുമ്പോൾ ലീൻ ടൂതർ ആണ്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം. ഇപ്പൊ കുറെ നാൾ ജീവിച്ചുകൊണ്ട് പിന്നെ അവർക്ക് വേണമെങ്കിൽ അവര് ഉപേക്ഷിച്ച് അടുത്ത കല്യാണം കഴിക്കാം. അങ്ങനെ സംഭവമാണ് ഇപ്പൊ കാനഡയിൽ. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നത് നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഫാമിലി നല്ല വാല്യൂ കൊടുക്കുന്നതാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ അവിടെ എന്ന് വെച്ചാൽ ചേച്ചി പറഞ്ഞത് അവിടെ മാറി വരുന്നുണ്ട്. അവരിപ്പോ കുറച്ചും കൂടെ ഫാമിലി ആയിട്ട് അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഫാമിലി ആയിട്ട് കുറച്ചും കൂടെ ഇതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ആണെങ്കിൽ അത് മാറി ഇവിടെ ലീനുതരായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഇവിടെ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് മെയിൻ ആയിട്ടും അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ഒറ്റ കാര്യം. ഞാനിത് പറഞ്ഞു ഓക്കെ, താങ്ക് യു.